ഹലോ. ഇപ്പോൾ കേട്ടത് തന്നെയാണ് സത്യം. നമ്മുടെ അയൽവാസികളായാലും, വീട്ടുകാരായാലും, നാട്ടുകാരായാലും എല്ലാവർക്കും പൊതുവെ വലിയൊരു അഭിപ്രായമാണ്. ഇങ്ങനെ ചെടിയൊക്കെ കുഴിച്ചിടുന്നവരോട്. ആരും അങ്ങനെ കേൾക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവൾക്ക് വട്ടാണ്, ഭ്രാന്താണ്, പിന്നെ ഇത് ഇന്നേ ഉണ്ടാവുള്ളൂ, 2 ദിവസത്തേക്കുള്ളതേ ഉള്ളൂ, 10 ദിവസം ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ഒന്നും നോക്കൂല, തിരിഞ്ഞു നോക്കൂല എന്നൊക്കെ. പക്ഷേ ശരിയാണ്, നമ്മളെല്ലാവരും ഒരു തരം വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് പലതും തോന്നും. അതുപോലെ എനിക്കും തോന്നുന്നതാണ് ചില സമയത്ത് ചെടികളൊക്കെ കുഴിച്ചിടാനും, അവരെ സംരക്ഷിക്കാനും, അവരെ നട്ട് വളർത്താനും, അതിൻ്റെ വളർച്ച നോക്കാനും ഒക്കെ തോന്നും. അപ്പം നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ഇല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ ഇന്ന് ഒരു ഒഴിവ് ദിവസമാണ്. പതിവ് പോലെ ഞാനും മക്കളും കൂടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രഞ്ജുവേട്ടനും കൂടെ ഉണ്ട്. അപ്പം അയൽവാസിയായ ഉസ്മാൻക പറഞ്ഞതുപോലെ എന്താ പറയുക, കുറച്ച് ദിവസം ഇനി എന്നെ മുറ്റത്ത് തന്നെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെടികളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറ്റത്ത് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ മുൻഭാഗത്ത് സപ്പോട്ട മരത്തിൻ്റെ ഭാഗത്ത് ഈ ഒരു ചവലയൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ ഒരു സൈഡിൽ നമ്മൾക്ക് ചെറുതായിട്ടൊരു പൂന്തോട്ടം ആക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ രഞ്ജുവേട്ടനും കൂടിയിട്ട് ഈ നമ്മുടെ ഒരു തൈ ഉണ്ടായിരുന്നു. തൈയിൻ്റെ തടം എല്ലാം ഒന്ന് മണ്ണിട്ടിട്ട് ലെവൽ ചെയ്ത് ആ ഒരു ഭാഗത്ത് നമ്മുടെ ഷിബച്ചിൻ്റെ അർബാന കൊണ്ടുവന്നിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ആ മണ്ണൊക്കെ കൊണ്ട് തട്ടി ഒന്ന് വൃത്തിയാക്കി തട്ടി കൊടുത്തിട്ട് ഇനി പുല്ല് മുളയ്ക്കുകയാണെങ്കിൽ തന്നെ പറിക്കാനും എളുപ്പമാണ്. അപ്പോൾ ആമിക്കുട്ടിയും ഞങ്ങളുടെ കൂടെ ഈ ഒരു കാര്യത്തിലൊക്കെ കൂടുന്നുണ്ട്. ഇപ്പം ഞങ്ങളിങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെ അവളും ഇതിനെല്ലാം കൂട്ടത്തിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അർബാന നിറയെ വലിയ ചെടികളാണ് ഇന്ന് നമുക്ക് നട്ട് വെക്കാനുള്ളത്. പല കണക്കുകൂട്ടലുമായിട്ടാണ് ഇന്നലെ രാത്രിയെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കിടന്നത്. അപ്പം രാവിലെ തന്നെ തുടങ്ങിയ പണികളാണ്. ഒരു ദിവസം ഫുൾ ഇതിൻ്റെ പിറകെ തന്നെയായിരുന്നു. സാറ്റർഡേ ആണ് ഞങ്ങൾ ചെയ്യുന്നത്, സൺഡേ അല്ല കേട്ടോ. അപ്പം സാറ്റർഡേ ചെയ്തിട്ടുണ്ടെങ്കിൽ സൺഡേ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറേ പീസ് ലില്ലീൻ്റെ ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഹെലിക്കോണിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബോർഡർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് കിട്ടുന്ന സമയത്ത് പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഈ ചെടികളൊക്കെ എനിക്ക് തന്നത് ആരാന്നും ആ ചെടി തന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം മക്കളൊക്കെ കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നല്ല ക്ലീനാക്കി മണ്ണിട്ടിട്ട് ഓരോ തൈകളും വെച്ച് നടുകയാണ്. ഏകദേശം നിങ്ങൾക്ക് വെളിച്ചം കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം നല്ല ഉച്ചയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചെടി നടുന്നത് വട്ടാണോ എന്നുള്ളതിന് ചെറിയൊരു സംശയമാണ്. പക്ഷേ ഞങ്ങൾ ഒഴിവ് ദിവസം നോക്കിയിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് മഴ വരും, അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കില്ല വെയിലാണ് അതിപ്പോൾ കണ്ടത്. അപ്പോൾ ഒരു തണലിലെ ഭാഗം നോക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പീസ് ലില്ലീൻ്റെ ചെറിയ തൈകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വെച്ച് പിടിപ്പിച്ച് അതെല്ലാം കൂടിയിട്ട് ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മോനും എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കുറച്ച് ചെടികളൊക്കെ നമുക്ക് റീപോർട്ട് ചെയ്യാനുണ്ട്. നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മാറ്റി നടണം. കുറച്ച് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പം ഇതിലെ വലിയ മൺചട്ടിയിലേക്ക് നമ്മൾ കുറേ ചെടികളൊക്കെ മാറ്റുന്നുണ്ട്. മക്കളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കും ഇത് ഒരു ഹോബിയായിട്ട് മാറും. മൈൻഡിന് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് ചെടി നടുക എന്നുള്ള കാര്യം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും മണ്ണിലും കളിച്ച് വളരാൻ വേണ്ടിയിട്ട് അവരെ ഞാൻ ഇതിനൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളിലൊന്നാണ് സ്പൈഡർ പ്ലാന്റ്. സ്പൈഡറിൻ്റെ യെല്ലോയും അതേമാതിരി ഗ്രീൻ ലീഫ് വരുന്ന 2 വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട്. പിന്നെ ഏത് സ്ഥലത്ത് പോയിട്ട് കാണുകയാണെങ്കിലും അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് വാങ്ങിക്കാറുമുണ്ട്. അപ്പം ഇതിന് ഒരുപാട് വേരൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ മൺചട്ടിയിലേക്ക് മാറ്റി നടുന്ന ഇന്ന് എന്തായാലും നല്ല ക്ഷീണിച്ച് ഞങ്ങളെല്ലാവരും നല്ല ക്ഷീണത്തിലായിട്ടുണ്ട്. അത് വേറെ കാര്യം. പിന്നെ കൈക്ക് വയ്യാത്തത് കൊണ്ട് കുറേ നാളായിട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ബൊഗൺവില്ല നമ്മൾ പ്രൂണിങ്ങൊക്കെ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഫ്ലവറിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. വളവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട സമയം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്താം. ഈ ഒരു ബൊഗൺവില്ല കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. നമുക്ക് ഓരോ സമയത്തും ഓരോ ബാഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം തീർന്നെന്ന്. പക്ഷേ എന്നാലും നമ്മൾ അതിൽ നിന്നൊക്കെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പിന്നീട് മുന്നോട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ഇവർക്ക് ഈ പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് ഇവർ വിചാരിക്കും ഇതെല്ലാം തീർന്നെന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ ഈ ബൊഗൺവില്ല ഫുള്ള് പൂവായിട്ട് നിൽക്കുമ്പോൾ അതൊരു രസമാണ്. അത് നമ്മുടെ ഒരു ലൈഫുമാതിരി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ രഞ്ജുവേട്ടൻ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള ചട്ടികളാണ് നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത്. ആ ചട്ടികളൊക്കെ അവിടേക്ക് എടുത്തു വെക്കണം. അതിനെ റിച്ചു ചട്ടിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് കിച്ചുവിനെ കൊണ്ട് ഇത് എടുപ്പിച്ചിട്ടില്ല. എനിക്ക് കൈക്ക് ജോയിൻറ്റ് തെറ്റിയതുകൊണ്ടാണ് മക്കളെ കൂടെ കൂട്ടിയത്. അവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ. എനിക്ക് കൈ പാടില്ലാണ്ട് ആയതിന് ശേഷമാണ് അവർ ഇതിന് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഏകദേശം ഫിനിഷായപ്പോൾ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നട്ടത്തൊക്കെ ആയതുകൊണ്ടാണ് എല്ലാത്തിനും ഒരു ക്ഷീണമില്ലത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ല രസമായിട്ട് വരും. അപ്പോൾ നമുക്ക് കാണാം. അവിടെ